തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നുള്ള വിവാദ വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരൻ നിയമക്കുരുക്കിലേക്ക്. സുധാകരന്റെ വെളിപ്പെടുത്തലിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിശദമായ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയത്. വെളിപ്പെടുത്തലിൽ തുടർ നടപടിക്കുള്ള നിയമവശം പരിശോധിക്കുകയാണ് എന്നും അത്യന്തം ഗൗരവമുള്ള കാര്യമാണ് ഇതെന്നും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ആലപ്പുഴയിൽ NGO യൂണിയൻ സമ്മേളനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന് കുരുക്കാകുന്നത്. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് അനുകൂലമാക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവഗണിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഈ സാഹചര്യത്തിലാണ് തുടർ നടപടിയുടെ നിയമവശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത്. 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ KV ദേവദാസ് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് താൻ ഉൾപ്പെടെയുള്ളവർ തപാൽ വോട്ട് തിരുത്തിയെന്ന് സുധാകരൻ പറയുന്നത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സർക്കാർ ജീവനക്കാരുടെ തപാൽ വോട്ടുകൾ തിരുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. CPM സർവീസ് സംഘടനകളിൽ അംഗമായിരുന്നവരിൽ 15% വോട്ട് ദേവദാസിന് ആയിരുന്നില്ല എന്നും സുധാകരൻ പറയുന്നുണ്ട്. 36 വർഷം മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വക്കം പുരുഷോത്തമനാണ് വിജയിച്ചത്. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് അനുകൂലമാക്കിയെന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അതേസമയം വനം വകുപ്പ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള ആക്ഷേപത്തിൽ ജനീഷ് കുമാർ MLA-ക്കെതിരെ മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടത് സർക്കാരിൽ നിന്നും ജനം അഹങ്കാരം പ്രതീക്ഷിക്കുന്നില്ല എന്നും നക്സലിസം തങ്ങൾ അംഗീകരിക്കുന്നതാണോ എന്നും ജി സുധാകരൻ ചോദിക്കുകയാണ്. NGO യൂണിയൻ പൂർവ്വകാല നേതൃസംഗമത്തിലായിരുന്നു പരസ്യ വിമർശനം. ഒരു MLA സർക്കാർ ഓഫീസിൽ കയറി കാണിച്ചത് കണ്ടില്ലേ? നക്സൽ വരുമെന്നാണ് ഭീഷണി. നക്സലിസം നമ്മൾ അംഗീകരിക്കുന്നതാണോ? MLA പദവിയിൽ വല്ലാതെ അഭിരമിക്കുന്നു. ഇത് പ്രമാണിമാരുടെ സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരമല്ല. ആ MLA പഠിച്ചത് നമ്മുടെ പുസ്തകമല്ല, എന്നാൽ നിൽക്കുന്നത് നമ്മുടെ കൂടെ എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്.